അർദ്ധവാർഷിക പരീക്ഷ 3ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് നസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. നിങ്ങൾക്ക് അവിടെ കാണാം 15, 20, 9, 12, 6 എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 20 ഉണ്ട്, 12 ഉണ്ട്, 6, 15, 9 ഇങ്ങനെ ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15-ന് ഏതാണ് യോജിച്ചത്? ഒന്നാം നമ്പർ നമ്മളവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 15 എന്നതാണ് 15-ന് യോജിച്ചത്. ഇനി 20-ന് രണ്ടാമത്തത് ഏതാണ്? 20 യോജിച്ചത് 20-യാണ്. 20 എന്ന് പറഞ്ഞാൽ 20. 9 മൂന്നാമത്തത് ഏതിനോടാണ് യോജിച്ചത്? 9 എന്ന് പറഞ്ഞാൽ 9. ഇനി 12 നാലാമത്തത് ഏതാണ് യോജിച്ചത്? 12 എന്നതാണ് 12-നോട് യോജിച്ചത്. ഇനി അഞ്ചാമത്തത് 6 എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? 6 ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 1 മുതൽ 20 വരെ എണ്ണം നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിയില്ലെങ്കിൽ നല്ലൊരു മാർക്ക് ഉറപ്പായും നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും 1 മുതൽ 20 വരെയുള്ള അക്കവും അതുപോലെ തന്നെ അതിൻ്റെ അറബിയിലുള്ള വാക്കുകളും പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇതല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ ചേരുംപടി ചേർക്കാനോ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉറപ്പായും നമുക്ക് ചോദ്യം വരാൻ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തത് നക്തുബുൽ ജംഅ, ബഹുവചനം എഴുതുക എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ പാഠത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ ചില പാഠങ്ങളിൽ ഇങ്ങനെ ഏകവചനവും അതിൻ്റെ ബഹുവചനവും പരിചയപ്പെടുത്തുന്നുണ്ട്. ചില പാഠങ്ങളിലൊക്കെ ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം 2-3 പാഠങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള കാര്യമാണത്. ഒരുപാടെണ്ണത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 5 അല്ലെങ്കിൽ 4 3 ഒക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ജം എഴുതാൻ വേണ്ടി പറഞ്ഞേക്കാം. അത് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുക. ഇവിടെ ആദ്യം അതിൽ വന്നിട്ടുള്ളത് ഇവിടെ 4 വന്നിട്ടുള്ളത്. 4, 5 ഒക്കെ ഉണ്ടൊക്കെ പഠിച്ചു വെക്കുക. 1-2 വട്ടം വായിച്ചു വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് പരീക്ഷാ സമയത്ത് ഓർമ്മയുണ്ടാകും. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇതുപോലത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കുക. വീഡിയോക്ക് ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ സഹ്റത്തുൻ എന്നതിൻ്റെ ബഹുവചനം ഏതാണ്? അസ്ഹാറുൻ എന്നുള്ളതാണ്. കലമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം അഖ്ലാമുൻ. അൻത എന്നുള്ളതിൻ്റെ ബഹുവചനം നീ എന്നുള്ളതിൻ്റെ ബഹുവചനം നിങ്ങൾ. അതുപോലെ തന്നെ ഞാൻ എന്നുള്ളതോ അന, ഞാൻ എന്ന്, നെഹ്നു ഞങ്ങൾ. ഇനി അടുത്തത് തോവിലത്തുൻ, മേശ എന്നുള്ളതിൻ്റെ ബഹുവചനം തോവിലാത്തുൻ, ഒരുപാട് മേശകൾ എന്നാണ് അതിൻ്റെ ജംഉ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂരിപ്പിക്കാനാണ്, പൂർത്തിയാക്കാനാണ്. ഹുവ, ഹുമ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഹും എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ഹുന്നയും നൽകിയിട്ടുണ്ട്. അവിടെ വിട്ടുപോയത് ഏതാണ്? ഹിയ, ഹുമ. അപ്പോൾ ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന അങ്ങനെയാണത് വരുന്നത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. ഇനി അതിൽ രണ്ടാമത്തത് യോമുൽ അഹദ്, യോമുൽ ഇസ്നീനി എന്നുണ്ട്. പിന്നെ യോമുൽ ഖമീസ് ആണുള്ളത്. അതിൻ്റെ ഇടയിൽ പോയത് ഏതാണ്? യോമുൽ അഹദ്, യോമുൽ ഇസ്നൈനി, യോമുൽ സലാസായി, യോമുൽ അർബിയായി, യോമുൽ ഖമീസ്. അത് കഴിഞ്ഞിട്ട് ഏതാ വരിക? അത് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിലും നിങ്ങൾക്കത് പഠിക്കാമല്ലോ എന്നുള്ള നിലക്ക് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. യൗമുൽ ജുമുഅയാണ്. അത് കഴിഞ്ഞിട്ട് യൗമുസ് സബ്ത്, ശനിയാഴ്ച. അപ്പോൾ ഇത് വലിയ ഒരു പാഠത്തിൽ വന്ന പ്രധാന വിഷയമായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആഴ്ചയുടെ പേര് നിങ്ങൾ പഠിക്കണം.
അത് പഠിച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് ഉറപ്പായും നേടാൻ കഴിയും. കാരണം വലിയൊരു പാഠത്തിൽ ഒരാഴ്ചയുടെ ദിവസങ്ങൾ മാത്രം പഠിപ്പിക്കാനാണ്. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഈ ചോദ്യം ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മളിത് ഒരുപാട് കാലമായി കാണുന്നതായതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി നെസ്ലു ബിൽ ലിദ്ദി മുനാസിബിൻ, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. അമാമ്, യമീന്, ഫൗക്ക്, തെഹ്ത്ത്, വറാ, ഷിമാൽ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നേരെ എതിരുള്ളതാണ് എഴുതേണ്ടത്. ഇപ്പോൾ അമാമ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ മുമ്പിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ എതിരേതാണ്? ബാക്കിൽ. അതേതാണ്? വറാ എന്നുള്ളതാണ്. ഇനി ഫൗക്ക, മുകളിൽ എന്നുള്ളതിൻ്റെ നേരെ എതിരെ ഏതാ വരിക? താഴെ എന്നുള്ളതല്ലേ, തെഹ്ത. ഇനി യമീൻ, വലത്തിൻ്റെ നേരെ എതിരേതാണ്? ഷിമാൽ, ഇടത്ത്. എളുപ്പമുള്ളതാണ്. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് നക്തുബുൽ മുഅന്നസ, സ്ത്രീലിംഗം എഴുതാനാണ്. പുരുഷലിംഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെയൊക്കെ സ്ത്രീലിംഗത്തിലേക്ക് മാറ്റം വരുത്താനാണ്. അഹ്, സഹോദരൻ. എന്താണ് അതിൻ്റെ സ്ത്രീലിംഗം? ഉഖ്ത് എന്നതാണ്, സഹോദരി. ഇബ്ന്, മകൻ. ബിൻത്ത്, മകൾ. ജദ്, വലിയുപ്പ. ജദ്ദത്ത്, വലിയുമ്മ. ദീക്ക്, പൂവൻകോഴി. ദജാജത്തുൻ, പിടക്കോഴി. ഈ രൂപത്തിലാണ് അതിനെ നമ്മൾ എന്താക്കുന്നത്? പുരുഷലിംഗത്തെ സ്ത്രീലിംഗമാക്കുന്നത്. ഇനി അഞ്ചാമത്തത് നുജീബ്, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിലൊന്ന് മൻ ഹാദ, ഇതാരാണ്? അപ്പോൾ പാഠഭാഗത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഹാദ അബി, ഇത് എൻ്റെ ഉപ്പയാണ് എന്നുള്ളതാണ്. പിന്നെ മൻ ആദിഹി, ഇത് ആരാണ്? അത് സ്ത്രീയോടുള്ള ചോദ്യമാണ്. ആദിഹി ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ് എന്നർത്ഥത്തിനാണ്. ഇനി നുറത്തിബു, തെർത്തീബാക്കാനാണ്. ഡിസോർഡർ ആയതിന് ഓർഡർ ആക്കാനാണ്. സൊല്ല അഅ്ലാഉൽ ഉസ്റത്തി സ്വലാത്തു ളുഹ്രി ജമാഅത്തൻ, വീട്ടിലെ അംഗങ്ങൾ ളുഹ്ർ നിസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു എന്നതാണ് അതിൻ്റെ ആശയം വരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഏത് രൂപത്തിലും എങ്ങനെയും ചോദിക്കാം. അതുപോലെ തന്നെ ആ ഉത്തരം എന്നുള്ളതിൽ എങ്ങനെയാണ് വരിക എന്നും പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇനി അടുത്തത് നുക്കമ്മിലു, പൂരിപ്പിക്കാം എന്നുള്ളത്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കാരണം അത് അറിയിക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിൽ ഒരു ആൺകുട്ടിയുടെ ചിത്രമാണ്. ഇനി അവിടെ അമാം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 വശങ്ങൾ നമ്മൾ എഴുതണം. മുകളിലാവുമ്പോൾ ഫൗക്ക്, താഴെ ആവുമ്പോൾ തഹ്ത്ത്, ഇടത്ത് ഷിമാൽ, വലത്ത് യമീന്. അത് ഇടത്തും വലത്തും മാറിപ്പോരുത്, പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്താണോ വലത്ത് ഇടത്ത് വരുന്നത് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഇതെന്തായാലും വരും. ഇതെല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതും കൂടെ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നാൽ കൂടുതൽ പരിജ്ഞാനം നമുക്ക് ലിസാനിൽ നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിക്കുക. അതിൽ 1, 2, 3 എന്നതിൻ്റെ മേൽ അറിയിക്കുന്നത് ആണ്, പെണ്ണ്, ഏകവചനം, ബഹുവചനം, ആഴ്ചയുടെ പേരുകൾ, നമ്പറുകൾ, അക്കങ്ങൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതൊക്കെ പഠിച്ചു പോയാലേ നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും നമുക്ക് വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻഷാ അല്ലാഹ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.